നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒമാനിൽ കനത്ത മഴയിലും മലവെള്ളപ്പാച്ചിലിലും അകപ്പെട്ട് 2 മലയാളികളെ കാണാതായിരിക്കുകയാണ്. കൊല്ലം സ്വദേശിയായ സുജിത്തും കണ്ണൂർ സ്വദേശിയായ വിജീഷുമാണ് ഒഴുക്കിൽപ്പെട്ടതെന്നാണ് ലഭ്യമാകുന്ന വിവരം. മസ്കറ്റിൽ നിന്നും 275 കിലോമീറ്റർ അകലെ ഇബ്രി പ്രവിശ്യയിലെ കുബാറിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം നടന്നത്. പോലീസിന്റെ തെരച്ചിലിൽ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം കണ്ടുകിട്ടിയിട്ടുണ്ട്. അൽ റഹ്മ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഇന്നലെ മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. അതോടൊപ്പം തന്നെ മത്സ്യബന്ധന തൊഴിലാളികളോട് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുവാനും വാഹനങ്ങൾ വാതിലുകൾ മുറിച്ചു കടക്കുന്നത് സുരക്ഷാ നിർദ്ദേശം അനുസരിച്ചായിരിക്കണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിട്ടുമുണ്ട്. ഇന്നും വിവിധയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. അതോടൊപ്പം തന്നെ കാലവർഷത്തെ അനുസ്മരിപ്പിച്ച് ഇടിമിന്നലിന്റെ അകമ്പടിയോടെ പെയ്ത കനത്ത മഴയും ആലിപ്പഴ വർഷവും UAE കുളിരണിയിക്കുകയുണ്ടായി. അബുദാബി, ദുബായ്, ഷാർജ തുടങ്ങി വിവിധ എമിറേറ്റിൽ കൽതുള്ളി പെയ്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടർന്നു. അൽബദ്വ, ഷവാമെക്, മുസഫ, മസൈറ, മുഹമ്മദ് ബിൻ സായിദ് സിറ്റി തുടങ്ങിയ ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുകയുണ്ടായി. ഇന്നലെ മുതൽ ആകാശം മേഘാവൃതമായിരുന്നു. ഇടയ്ക്കിടെ ചെറിയ ചാറ്റൽ മഴയും അനുഭവപ്പെട്ടെങ്കിലും വൈകിട്ടാണ് മഴ ശക്തമായത്. മഴ ഇന്നും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം എന്നത്. ഡൽമാ ദ്വീപ്, അൽ ഐൻ റുവൈസ്, ദുബായ്, ഷാർജ, റാസൽ കൈമ, കൽബ, ഫുജൈറ, കോർഫക്കാൻ എന്നിവിടങ്ങളിലും സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിക്കുകയുണ്ടായി. 2 ദിവസമായി പെയ്ത മഴ താപനിലയും ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു. ശക്തമായ കാറ്റിൽ ചിലയിടങ്ങളിൽ ഡിസ്പ്ലേ ബോർഡുകൾ പറന്നു പോവുകയുണ്ടായി. റോഡുകളിലും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളം ടാങ്കറിലേക്ക് മാറ്റി നീക്കം ചെയ്യുകയായിരുന്നു മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ. റോഡിൽ വെള്ളക്കെട്ടുണ്ട്, സൂക്ഷിക്കണമെന്നും വേഗം കുറച്ച് മതിയായ അകലം പാലിച്ചും വാഹനം ഓടിക്കണമെന്നും ഡിസ്പ്ലേ ബോർഡിലൂടെ മുന്നറിയിപ്പും നൽകിയിരുന്നു. ഹെഡ്ലൈറ്റോ ഫോഗ് ലൈറ്റോ ഇട്ടാണ് വാഹനം ഓടിക്കേണ്ടതെന്നും പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തു. വെള്ളം കുത്തിയൊലിച്ചു വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലും മലമുകളിലും താഴ്വാരങ്ങളിലും പോകരുതെന്നും മുന്നറിയിപ്പും നൽകി. ശക്തമായ മഴയെ തുടർന്ന് താപനിലയും ഗണ്യമായി കുറഞ്ഞത് ഏറെ ആശ്വാസം പകർന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.